ಹಲೋ ಅಸ್ಲಾಂ ಅಲೈಕುಮ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನಲ್ ಏನುಳ್ಳರೆಲ್ಲರೂ ಇಂಡೋರು നല്ല സൂപ്പർ ടേസ്റ്റി ആയോ ഈസി ആയോ ഒരു മുട്ടയുടെ ബിരിയാണി അങ്ങനെ ആക്കറും നോക്കാം നല്ല ടേസ്റ്റി ആവರೋ ಸಿಂಪಲಾಗಿ ഒരു ರೆಸಿಪಿ ಮಸ್ಟ್ ಐತೆ ಎಲ್ಲರೊರ್ಕ ಟ್ರೈ ಹಾಕರು ನೋಕು ಮಮ್ಮಿ ಗೊಂತವ್ರಲ್ಲೇ ಹೆಂಗನೆ ಆಗಿರಂಟು ಮಸಾಲ ಭಾರಿ ನಲ್ಲೊರು ರೆಸಿಪಿ ಸಿಂಪಲಾಗಿ ರೆಸಿಪಿ ಎರ್ಚಿ ಕೋಳಿಲಿ ಎಲ್ಲ ಬಿರಿಯಾನಿ ಹಾಕರು ಮುಟ್ಟೆಲು ಹೆಂಗನೆ നല്ല ಸಿಂಪಲಾಗಿ ಅವರು ಬಿರಿಯಾನಿ ಹಾಕರು ಉಂಟು ನೋക്കാം ನಾನಿവിടെ ಫಸ್ಟಿಗೆ ഒരു ಮೊದಲು ಎಂದ್ರೆ ಚೋರು ಹಾಕೋಗು ತಣ್ಣಿ ಬೆಚ್ಚಿರೆ ಅದು ತೆಲ್ಲು ಬೆಚ್ಚಾಯಿ ಬರುമ്പോൾ ಅದಕ್ಕೆ ಉಪ್ಪಿಟ್ಟು ಕೊಡ್ತುಂಟುಲ್ಲೆ ತೆಲು ಉಪ್ಪು ತೆಲ್ಲು ಯಾರಪ್ಪಲೆ ಮೀಡ್ರವ ತನ್ನಿ ತೆಲಿ ಯಾರಮಿ ಉಂಡಲಿ ನಾವು ಬಾಸ್ಮತಿ ಅರಿ ಇಡ್ತಾರೆ ಆನೈತು ಉಪ್ಪಿಟ್ಟು ಕೊಡ್ತಾರೆ ಪಿನ್ನೊರು ಮೊದಲು ನೋಕರು ಅದಕ್ಕೆ ತೆಲ್ಗರ ಮಸಾಲೆ ಇಟ್ಟು ಕೊಡ್ತುಂಟ್ಲೆ ಕೆತ್ತೆ ಲವಂಗ ಏಲಕ್ಕಿ എന്തെങ്കിലും എന്തുണ്ടോ അതിട്ട് കൊടുക്കರು പിന്നെ ಪಲಾವ್ ಎಲೆ ಅದು ಇಡ್ರವ ನನ್ನ ಇಲ್ಲ ಅಂತ ನಾನು ಅದು ಇಟ್ಟಿತ್ಲೆ പിന്നെ ಮೊದಲು ನಾವು ಎಡೆ ಬೆಚ್ಚಿ ಕೊಡ್ತೆ ಅದು ಗ್ರೇವಿ ಹಾಕೋದು അതിപ്പോൾ നോക്കറു തെല്ല് നല്ല വെച്ചാവണം ചെന്നെങ്കിൽ അതിൽ തന്നിര പസയെല്ലാം ഉണ്ട് അതെല്ലാം പോണു പിന്നെ നിങ്ങൾ ആരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കോ ലൈക്ക് ആക്കോ ഷെയർ ആക്കോ അവിടെ കണ്ട ಬೆಲ್ ಬಟನ್ ಒಂದು ಮರಕಂಡು ಪ್ರೆಸ್ ಹಾಕೋರವ ವಿಡಿಯೋ ಇಷ್ಟ ಆಗಿ ವಿಡಿಯೋದ ಕೀಳ್ಕೊಂಡು ಲೈಕ್ ಬಟನ್ ಒಂದು ಪ್ರೆಸ್ ಹಾಕಿಟ್ಟು ನಿಂಗೆಲ್ಲ ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ಸಿಗೆಲ್ಲ ಶೇರ್ ಹಾಕಿಟ್ಟು ನಂಗೆ ಸಪೋರ್ಟ್ ಹಾಕೋರವ ಇപ്പം ಎಡೆ ಬೆಚ್ಚ ಎಲ್ಪಿನಿ ನಾನು ಅದಕ್ಕೋರು 4 ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ತಾರೆ ಕೊಕೊನಟ್ ಆಯಿಲ್ ಬಿತ್ತಿ ಉಂಟುಲ್ಲೆ ಅದು നല്ല ಬಿಚ್ಚವನವ ಕೊಕೊನಟ್ ಆಯಿಲ್ ಇപ്പം ಅದಕ್ಕೆ 4 ಟೇಬಲ್ ಸ್ಪೂನ್ ಅಲ್ಲ 4 ಟೀ ಸ್ಪೂನ್ ಅವ್ರು ತೆಲ್ಲು ಸಾರಿ 4 ಟೇಬಲ್ ಸ್ಪೂನ್ ಅಲ್ಲ 4 ಟೀ ಸ್ಪೂನ್ ಹತ್ತಾರೆ ಎಣ್ಣೆ ಬಿತ್ತಿ ಉಂಟಲ್ಲ അതിപ്പോൾ ನಂಗೆ ಮೊಟ್ಟೆ ಫ್ರೈ ആക്കി എടുക്കണം ಅದಕ್ಕೆ ഒരു ചമച്ച മുളകുടെ പൊടി ഒരു തെല്ല് മഞ്ഞളുടെ പൊടി പിന്നെ ഒരു തെല്ല് ഉപ്പിട്ടിട്ട് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ನಂಗೆ ತೆಲ್ಲು ಮಸಾಲೆ ಫ್ರೈ ಆಕಿಟ್ಟು എടുക്കണം ഒരു ತೆಲ್ಲು ನೇರ ಗ್ಯಾಸ್ ಹೈ ಫ್ಲೇಮಿൽ ಬೇಕೋತಿರವ ಹೈ ಫ್ಲೇಮಿൽ ಬೆಚ್ಚಂಗೆ ಆ ಮಸಾಲೆ ಎಲ್ಲ ಕರ್ನಿಪೋಂಡು ಮುಟ್ಟೆಗೆ ಟೇಸ್ಟ್ ಇಕ್ಕಲ್ಲ ಮುಟ್ಟೆ ಅವ್ರನ್ನ ಕರ್ഞ്ഞ ಮಂತಪಲ್ಲ ಅವಡು ಅದು ತೆಲ್ಲು ಗ್ಯಾಸ್ ಇದು വെച്ചിട്ട് മീഡിയം വെച്ചിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം നോക്കൂ ഇങ്ങനെ ആക്കെങ്കിൽ മുട്ടയ്ക്ക് ಬೇಗ ಮಸಾಲೆ പിടിക്കലുണ്ട് ഇപ്പം ನಾನು ಬೇಪಟ್ಟಿ വെച്ച മുട്ടിട്ട് കൊടുത്തോണ്ടല്ലേ ಅದು ചില ಮುಟ್ಟೆಲ್ಲ പൊട്ടിರವ ಈ ಮಕ್ಕೆಲ್ಲ തൊലി എടുത്തേ അങ്ങനെ അത് മുട്ടെಲ್ಲ പൊട്ടിരത് വേസ്റ്റ് ആക്കുമല്ലേ പിന്നെ വീഡിയോ കാണുമ്പോൾ വെല്ലില്ലേ ചെന്നിട്ട് എല്ലാവരും ಹೊತ್ತು ಮಕ್ಕಳಾರಲ್ಲೇ അങ്ങനെ ಅದು ಅರ್ಚಿ ಪೋಂಡು ಚೆಂತ പിന്നെ ನಾನು ಇಟ್ಟುಬಿಟ್ಟೆ ಅದು ಮುಟ್ಟೆ ಅದವರು ಗ್ಯಾಸ್ ಬೆಚ್ಚಿ ಕೊಡ್ತಾರೆ ಹೈ ಫ್ಲೇಮಿൽ വെച്ചിട്ട് പിന്നെ ഒരു ಮೊದಲು നോക്കണം ನಾ ಈ ಬಾಸ್ಮತಿ ಅರಿ ಇಡ್ತಾರೆ അവിടെ 3 ಕಪ್ എടുത്ത് ನಾನು ಅರಿ ಇಡ್ತಾರೆ അത് ഈ തന്നിപ്പോൾ ಹಾക്കുമ്പോൾ ಅವ್ರು ಕೊರಿಯ നേരം ನಾನು ಏಟಮೆಯೋ ಅದು ചുമ്മാ നേരം ನಾನು ഇടുന്നുണ്ടില്ല അരി മുട്ടിങ്ങനെ നോക്കറും ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇങ്ങനെ ഞങ്ങൾ നല്ല ആക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം മുട്ട നല്ല ഫ്രൈ ആവണവ മസാല നല്ല പിടിக்கிறಪ್ಪ ഇങ്ങനെ ಹಾಕುമുಂಡಲೇ ಮಸಾಲ നല്ല ಎತ್ತು പിടിക്കിರು ನೋಕರು ഇപ്പം മുട്ട നല്ല ഫ്രൈ ആയിട്ട് ഇപ്പം ഞാൻ നോക്കರು തെല്ലിങ്ങനെ ഇതാക്കി ഉണ്ടല്ലേ പിന്നെ ಆಯ್ತು ನನ್ನ ವೀಡಿಯೋಸ್ ಎಲ್ಲ ಶೇರ್ ಹಾಕಿಟ್ಟು ನನಗೆ ಸಪೋರ್ಟ್ ಹಾಕ್ರವ ನಿಂಗೆಲ್ಲೋ ಸಪೋರ್ಟ್ ನನಗೆ ಅಗತ್ಯ ಉಂಟು ഇപ്പോൾ മുട്ടയെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ തോന്നുന്നു ഞാൻ എടുത്ത് കൊടുക്കറേ നോക്കറു നിങ്ങൾക്ക് മുട്ട ബിരിയാണി ഇങ്ങനെ ആക്കിയിട്ടില്ലാണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നോക്കರು നല്ല ಸೂಪರ್ ಟೇಸ್ಟಿ ಅವರು ಎಂದ್ರು നമുക്ക് ಕಮೆಂಟ್ ಹಾಕಿ ಚೆಲ್ಲರವ ಹಾಕಿಟ್ಟು നോക്കൂ എല്ലാം ഇങ്ങനെ എടുത്തോണ്ടല്ലേ ആ എണ്ണ വേസ്റ്റ് ആവില്ലവ അതിൽ എക്സ്ട്രാ ഓയിലെല്ലാം ഉണ്ടല്ലോ അത് വേസ്റ്റ് ആവില്ല ഞങ്ങൾ മസാല അതിൽ റെഡി ആക്കറ അങ്ങനെ ഇത്തത് വേസ്റ്റ് ആവില്ലേ പിന്നെ ಎಣ್ಣೆ ಯಾರ ಬೀತಿಯಂಗು ಇಪ್ಪ നിങ്ങൾ 4 ಟೇಬಲ್ ಸ್ಪೂನ್ ಬೀತಿಯ ಎಣ್ಣೆ ವೇಸ್ಟ್ ಆಯ್ತಂತ ಇರಿಕಂಡ ನಂಗೆ ಅದಲೇ ಮಸಾಲೆ ಹಾಕ್ರೆ അങ്ങനെ ಅದು ಅವ್ರ ತೊಡೆಗೆ ಕರೆಕ್ಟ್ ಅವ್ರು പിന്നെ ಎಣ್ಣೆ ಬೀತು ತೆಲ್ಲು ಬೀತಿ ಹಿಂಗೆ ಆಯ್ತು ಇಪ್ಪ ಅದೇ ಇದಕ್ಕೆ ನಾನು ಈ ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ ಬೀತಿ ಕೊಡ್ತುಂಟುಲ್ಲೆ ഒരു 10 ടേബിൾ സ്പൂൺ അത്ര സൺഫ്ലവർ ഓയിൽ ബീത്തി കൊടുത്തോണ്ടല്ലേ അത് നല്ല വെച്ചാൽ പിന്നെ അതൊക്കെ ഞങ്ങൾ നീരിലിട്ട് കൊടുക്കണം ഞാൻ അവിടെ മീഡിയം സൈസിൽ ഒരു 4 നീരിലിട്ട് കൊടുത്തോണ്ടല്ലേ പിന്നെ ഒരു മൊത്തം ആ തന്നിಗೆ ನಾನು ಮುಚ್ಚಿ വെച്ചോണ്ടല്ലേ ಬೇಗ ಪ್ಯಾಕ್ ಕಟ್ಟಿ ಚೆಂದಿട്ട് ನನ್ನ ಗ್ಯಾಸ್ ತೆಲ್ಲು ಸ್ಲೋ അങ്ങനെ ആയിട്ട് ഇപ്പോൾ നീരുള്ളി നോക്കണം നല്ല ആക്കിയിട്ട് മിക്സ് ആക്കി എടുക്കണം നിങ്ങൾ നീരുള്ളി ആ എത്ര സ്ലൈസ് ആക്കിയിട്ട് എടുക്കുറവ അപ്പോൾ ಬೇಗ ಫ್ರೈ ಆಗಿ ಬಂದು നോക്കുറോ അതിൽ ചോപ്പറിൽ ചോപ്പാക്കി എടുക്കുറോ അത് കറണ്ട് മില്ലಂತ അങ്ങനെ ആയിട്ട് പിന്നെ ಸ್ಲೈಸ್ ആക്കിയിട്ട് എടുത്തോണ്ടേ ഇങ്ങനെ കയ്യിൽ ഇതാക്കിയിട്ട് എടുത്തോണ്ട് ചോപ്പറിലാണ് ടൈം ಬೇಗ ಅದು ಫ್ರೈ ಆಗಿ ಬಂದು ഒരു ಮೊದಲು തന്നിയും പായച്ചുണ്ടുണ്ട് കാണുന്നിക്ക് നോക്കുറോ ചോറൊന്ന് ಬೇಗ ಹಾಕ್ಯಂಟಾയെങ്കിൽ ഞങ്ങൾ ಬೇಗ ചോറ് ಬೆಂದಿട്ട് അതൊന്ന് ഊറ്റി വെച്ചെങ്കിൽ പിന്നെ അരിയിടല്ലേ
ಮಸಾಲೆ ಬೇಗ ಅವರು ನೋಕರು ನೀರ್ಲಿ ನಲ್ಲ ಫ್ರೈ ಆವಣ ಇപ്പം ಫ್ರೈ ಆಯ್ತಿಲ್ಲೇ ಅದು ಗಡಿಗೆ ನೆಲಕ್ಕಿ ಕೊಡ್ತೇನೆ ಹಿಂಗೆ ಎಲ್ಲ ನೀರ್ಲಿ ಒರೇಪಲ್ಲ ಫ್ರೈ ಆಗಿ ಬಂಡು ಇಲ್ಲಾಂಟೆ ಒಂದು ಫ್ರೈ ಆವಡು ಒಂದು ಫ್ರೈ ಆವಲ್ಲ അങ്ങനെ ಆವಡು ನೋಕರು ಅದು ಮುಚ್ಚಬೇಕಾ പിന്നെ ഒരു ಮೊದಲು ಈ ತಣ್ಣಿ ಪಾಯ್ಚೊಂಡುಂಡಲ್ಲಿ ಅದಕ್ಕಿಪ್ಪ ನಾನು ಕಲ್ಗಿಟ್ಟು ನಾನು ಇಟ್ಟು ಬೆಚ್ಚಂಗಂತೂ ಬಸ್ಮತಿ ಯಾರು ಇಡ್ರೆ ನಾನಿದು ಡಿಮಾರ್ಟ್ರೊക്കെ വന്നങ്ങനത്തെ അരി ഇതൊരു പേരെന്തോന്ന് ಗೊತ್ತಿಲ್ಲ പിന്നെ നൂർജഹാൻ എന്നിട്ട് ഒരു അരിക്കിട്ട് മാഷല്ല അത് ഭാരി നല്ല അവിടെ ബിരിയാണി ഇതും നല്ല അരി മാഷല്ല ಇದಕ್ಕೆ എത്ര 118 എത്ര അമൗണ്ട് റേറ്റ് മാഷല്ല നല്ല അരിയാവ ചോറ് ഒന്ന് എന്തൊരു ചെല്ലാറ് പത്തി പിടിക്കില്ല പിന്നെ പൊടിയാവില്ല അങ്ങനെ എന്തുമാവില്ല ഇപ്പോൾ അരി ഇട്ടാൽ പിന്നെ നല്ല മിക്സാക്കി കൊടുക്കുന്നു പിന്നെ നിങ്ങൾ ഇത് ഉപ്പ് ചപ്പിൻ്റെ ടൈം കൊടുത്താൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ചപ്പാവ തീരെ ഇപ്പം നോക്കറ് ഇപ്പം നീരിൽ നല്ല ഫ്രൈ ചെയ്യുമ്പോൾ നോക്കറ് നല്ല ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇപ്പോൾ ಅದಕ್ಕೆ ನಾನು വലിയ ಸೈಜ್ 3 ಟೊಮೆಟೊ നല്ല ಪಲ್ತ ಟೊಮೆಟೊ ಹೊರತೆಲ್ಲ ಪುದೀನ ಹೊರತೆಲ್ಲ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಡ್ರಿ നല്ല ಪಲ್ತ ಟೊಮೆಟೊ ಇಡ್ರುವ ಟೊಮೆಟೊ ചുമ കായ ഇടോ തീരാ ടൊമാറ്റോ തെല്ലാം നല്ല പഴുത്തതെ നോക്കിയിട്ട് ഇട്ടിട്ട് നല്ല ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നോക്കൂ നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം പിന്നെ നിങ്ങൾ ಟೊಮೆಟೊ ಎಲ್ಲ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇടണം വലിയ പീസാക്കിയിട്ടെങ്കിൽ അത് ഫ്രൈ ആവാಗೆಲ್ಲ ചുമ കഷ്ട പിന്നെ ഇങ്ങനെ റൗണ്ട് കട്ടാക്കലല്ല അങ്ങനെ കട്ടാക്കണ്ടേ എങ്കിൽ ടൊമാറ്റോ എല്ലാം ಬೇಗ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും പിന്നെ ഒന്ന് മുಚ್ಚಿ വെച്ചെങ്കും അങ്ങനെ ಬೇಗ നമുക്ക് ಮಸಾಲೆ ಎಲ್ಲ ಫ್ರೈ ಆಗಿ കിട്ടും പിന്നെ ಅದು ಮತ್ತು ചോറും ಬೆಂದುಂಟುಂಟು ചോറ് ಎಡೆಯಕ್ಕೆ ನೋಕ್ರವ ഇപ്പോൾ ಅದಕ್ಕೆ ನಾನು 1.5 ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തോണ്ടല്ലേ അതിൽ പിന്നെ ഒരു 7-8 പച്ചമുളക് അതും ನಾನು തെല്ല ക്രഷ് ആക്കിയിട്ടിന്നെ അതും ഇട്ട് കൊടുത്തോണ്ടല്ലേ ಖಾರಕ್ಕೆ എത്ര വേണം അത്ര പച്ചമുളകും ഇത് ನಾನು അരച്ചിട്ടില്ല ഇതാക്കി ഉണ്ടല്ലേ അതിൽ പിന്നെ ഒരു ചമച്ച ബിരിയാണി മസാല ഒരു തെല്ല് മഞ്ഞളുടെ പൊടി ഒരു ചമച്ച ഗരം മസാല 2 ചമച്ച കൊത്തമ്പരി പൊടിയും ഒരു ചമച്ച കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൊത്തമ്പരി പൊടി 2 ചമച്ചവും കാശ്മീരി മുളക് പൊടി ഒരു ചമച്ച അതിൽ പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എത്ര തൈര് ഇതെല്ലാം ഇട്ടിട്ട് നല്ല ഈ മസാല നല്ല ഫ്രൈ ചെയ്യുമ്പോൾ പറഞ്ഞിതിൽ നല്ല മിക്സ് ആവണോ ഇത് ಭಾರಿ ಟೇಸ್ಟ್ ಇದು ಈ ಮಸಾಲೆ ಮೀದು ಅವ್ರು നല്ല ಅರೋಮ ಬಂದುಂಟಿಕ್ಕರಿ ಇದೆಲ್ಲ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಇಟ್ಟಿತ್ತು നല്ല ಫ್ರೈ ആയും പറയുമ്പോൾ നല്ല ഒരു സ്മെൽ പണ്ട് ഇപ്പം ഞാനത് മുಚ್ಚി വെച്ചേ നോക്കറ് അതൊരു 3 ನಿಮಿಷ ಒಟ್ಟುಂಟು ഇപ്പോൾ ಅವ್ರು ಮೊದಲು ചോറ് നോക്കി ಉಂಟ್ಲೆ ചോറ് ಎಡೆಯಕ್ಕೆ ನೋಕೋಣಲ್ಲಿ ಬೆಂದು ಕೊಲ್ഞ്ഞി പോത്തീരാ ചെന്നി നല്ല ಬೇವತ್ತೀರಾ മുക്കാൽ ಬೇವನ್ನ പിന്നെ ദം ഇടുകൊണ്ടല്ലേ നല്ല ಬೆಂದು ಪಾಯಿಂಟ್ ಆയെങ്കിൽ ചോറ് ಅದಕ್ಕೊರು ಟೇಸ್ಟ್ ಇಕ್ಕಲ್ಲೇ നോക്കൂ ഇന്നൊരു സൈഡിൽ ഈ മസാല ആയിട്ടുണ്ടു നോക്കൂ നല്ല ഫ്രೈ ആയി ಬಂದರು ಇದು നല്ല ಮಸಾಲೆ ಎತ್ತರ ಫ್ರೈ ಆಯ್ತು ಅತ್ತರ ഞങ്ങൾ ഈ ചോറുക്ക് ടേസ്റ്റ് കിട്ടും നോക്കൂ സൈഡിലെല്ലാം ഇങ്ങനെ എണ്ണ ಬಿಟ್ಟ ಬಂದರು ഇപ്പം ನಾನು ಬೇಪಟ್ಟಿ വെച്ച് മുട്ടിട്ട് കൊടുക്കുറേ നോക്കൂ പിന്നെ ഉപ്പിട്ട് കൊടുത്തിರವ ಉಪ್ಪು ತೆಲ್ ಚಪ್ಪಿಂತು ನಾನು ಇಟ್ಟು ಕೊಡ್ತಾರೆ ನಾವು ಫಸ್ಟ್ ನೀರಲ್ಲಿ ಫ್ರೈ ಆಗುമ്പോൾ ಉಪ್ಪಿಟ್ರೆ ಅದು ವೀಡಿಯೋಲಿ ಬಂತಿಲ್ಲ ಕಾಂಡು ಉಪ್ಪಿಟ್ಟು ಕೊಡ್ತಾರೆ ನಾನು ನೋಡ್ರಿ ഇപ്പോൾ ചോറ് മുക്കാൽ ಬೆಂದೊಂ ಬಂದರು അത് ನಾನು ഊറ്റിട്ട് എടുത്തോണ്ടില്ലേ അതൊരു മുന്നേ എന്താ ചെല്ലു ಭಾರತ വെച്ച ನಾನು ചോറ് മുക്കാൽ ಬೆಂದಿರೋದು ಮುಕ್ಕಾಲು ಚೆನ್ನಿಂಗೆ ഒരു 90% ಬೇವಾವನು നല്ല ಬೆಂದೆಂಟ ಹೆಂಗೆ ಅದು ದಮ್ಮಲಿಡು ಮಲಕ್ಕ ಇದಾಗಿಕೊಂಡು ಇപ്പം ಈ ಮಸಾಲೆ ವಾಂಗನೆ നല്ല ಫ್ರೈ ಆಗಿ ಬಂತು ನೋಕರು നല്ല എണ്ണ എല്ലാം ಬಿಟ್ಟರು ഇപ്പം നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കും നോക്കರು ഇപ്പം നല്ല പെർഫെക്റ്റ് ആയോ മുട്ടയുടെ മസാല റെഡി ആയിത്ത് നോക്കರು ഇപ്പം ഞങ്ങൾ എന്താ ചെല്ലു ചോറുಗೂ ರೆಡಿ ಹಾಕ್ಕೊಂಡು ಚೋರು ಇಪ್ಪ ದಮ್ ಇಡೋನಲ್ಲಿ ಅದಕ್ಕೆ ಇಪ್ಪ ನಂಗೆ ಎಡೆ ಬಿಚ್ಚಿ ಕೊಡ್ಕೊಂಡು ನೋಡ್ಕೊಂಡು ಅದೆಲ್ಲ ಅಗಲ್ತು ಚೋರು ಹಾಕಿರಲ್ಲಿ ಅದೇ ಎಡೆ ಬಿಚ್ಚಿ ಕೊಡ್ತೊಂಟುಲ್ಲೆ ಅದಕ್ಕೆಲ್ಲ നല്ല ಬಿಚ್ಚಾವಣ അതിൽ തന്നിരം സിക്കോ തീര നല്ല ಬಿಚ್ಚ പിന്നെ ഞങ്ങൾ ആക്കി ಬಿಚ್ಚ ಅಂತ മുട്ടയുടെ മസാല ഉണ്ടല്ലേ അതിട്ട് കൊടുക്കണം ഞാനെല്ലാം പൂർത്തി മസാല ഇട്ട് കൊടുത്തോണ്ടില്ല ഞാൻ അവിടെ ഒരു 10-12 മുട്ട ഇട്ടേ അതിൽ ചില മുട്ടയെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോയിര് മക്കെല്ലാം തൊലിച്ചെടുക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് അത് സത്യനാശാക്കി വെച്ചതാറ് അല്ല ഓരോ മുട്ടയ്ക്ക് ഷേപ്പേ ഇല്ലാത്ത പോലെ ഇരു ഇപ്പം ഇങ്ങനെ ബുಡ್ಪಾಟಿಟ್ಟಿಟ್ಟು നോക്കರು ಮಸಾಲೆ ಗ್ಯಾಸ್ ಆನೇ ಉಂಡು ಗ್ಯಾಸ್ ಆಫ್ ಹಾಕಿತ್ಲೆ ನಾನು ಗ್ಯಾಸ್ ಆನೇ ಉಂಡು ಇപ്പം ನಂಗೆ ಫ್ರೈ ಹಾಕಿ വെച്ചങ്ങ് തെല്ಲು ಆನಿಯನ್ ಅದರ ಮೇಲ್ಗಿಟ್ಟು കൊടുക്കണം തെല്ಲು ചുമ്മെന്തു മല്ല തെല്ಲು ಆನಿಯನ್ ಅದರ ಮೇಲ್ಗಿಟ್ಟು കൊടുത്തിട്ടു പിന്നെ ഞങ്ങൾ ഊറ്റി വെച്ചങ്ങനത്തെ ചോറുണ്ടല്ലേ
അതിട്ട് കൊടുക്കും. ഞാനിവിടെ കളർ യൂസ് ആക്കില്ല. കളറിൻ്റെ ബദല് പാൽ ഒരു തെല്ല് മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് ನಾನು ಕಲಕಿ വെച്ചിരേ. എനിക്ക് കളർ പിന്നെ കളർ യൂസ് ആക്കാം. ಬಟ್ ഇപ്പം കളറെല്ലാം യൂസ് ആക്കോ തീരാണ്ട് ചെന്ന് ഉಂಟುಲಾರല്ലേ. അങ്ങനെ ആയിട്ട് ഇപ്പം ഞങ്ങൾ കളറായത്തിൽ ನಾನು യൂസ് ആക്കിற ಕೊರಡೆ ಹಾಕಿರೆ മഞ്ഞളുടെ പൊടി ഇങ്ങനത്തെ ഇട്ടുകൊണ്ടുള്ളേ നോക്കൂ. ചോറ് എങ്ങനെയായിരുന്നു നോക്കൂ. ഒന്നുകൊന്നു പത്തി പിടിച്ചിട്ട് നല്ല പെർഫെക്റ്റായ ചോറായിട്ട് കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം അതിങ്ങനെ ചോറ് ബൊಡ್ಪಾಡಿ ತಿರೋಣ ഇങ്ങനെ. ഇപ്പം അത് നോക്കൂ, പാലിൽ കലക്കി വെച്ച അങ്ങനത്തെ മഞ്ഞളുടെ പൊടിയുടെ മിക്സ് അതും ഇട്ടുകൊണ്ടില്ല. ഇപ്പം നിങ്ങൾക്ക് കളറില്ലാത്ത പോലെ കാണും. അത് ദമ്മായി കിട്ടുമ്പോൾ നല്ല സൂപ്പർ കളർ പണ്ട് അതിന് മേൽക്ക് ഞാൻ ഫ്രൈ ആക്കി വെച്ച അങ്ങനത്തെ നീരുള്ളി കൊಟ್ಟೆ അതിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ പിന്നെ കൊത്തമ്പരി സೊಪ್ಪಿನೆങ്കിൽ അതും ഇട്ട് കൊടുക്കാം. നല്ലിട്ട് കൊത്തമ്പരി സೊಪ್ಪು പുതിന ಇಲ್ಲ ಅಂತೆಲ್ಲ ಇನ್ನು അതിൽ പിന്നെ നീരിൽ ഫ്രൈ ആക്കിയോ നെയ്യുണ്ടല്ലേ അതും ನಾನೆಲ್ಲ ಬಿತ್ತಿ കൊടുക്കണം. അതിലൊരു 100 ಗ್ರಾಮ್ರ ಗಂಟೆ ತೆಲ್ಲ ಕೊರಡಿ ನೆಯ್ಯುಂಟು. ಅದೆಲ್ಲ ಬೀತಿ ಕೊಡ್ತಿಟ್ಟು ಒಂದು ಅರೆ ಗಂಟೆ ದಮ್ಮಿಡೋಣ. ಅರೆ ಗಂಟೆ ಪಿನ್ನೆ ನೋಕರು ಮಾಷಾ ಅಲ್ಲ. ನಾನು ಓಪನ್ ಆಕಿ ಕಾಟಿಯ ನೋಕರು ನಾ ಸೆಂತಲೆ ಸೂಪರ್ ಕಲರ್ ಬಂಡು മഞ്ഞളുടെ പൊടി അതുണ്ട് ഹെൽത്തി മിക്കറ് നോക്കറ്. ഇപ്പം അത് മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ സർവ് ആക്കി ഇങ്ങೈತೆ നല്ല സൂപ്പർ ടേസ്റ്റി ആയങ്ങಂತೂ മുട്ടയുടെ ബിരിയാണി ഈസിയുമുണ്ട്. സിമ്പിളായ മുട്ട ബിരിയാണി റെഡി ആയിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ മേളുടെ ചോറ് ഇങ്ങനെ എടുത്തിട്ട് ഇല്ല ನಾನು ಮಿಕ್ಸ್ ಹಾಕೋರು. ನಾವು ವೀಡಿಯೋಗೆ ಆಯಿತು ചോറ് ಮೇಳದ ಇರ್ತದೆ ಅದರ ಮೇಲೆ ಮುಟ್ಟೆ ಬೆಚ್ಚಿ ಕೊಡ್ತುಂಟಿಲ್ಲ. ಇല്ലെങ്കിൽ ನಾನು ಫುಲ್ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കറോ. ഇത് വീഡിയോ അങ്ങനെ മിക്സ് ആക്കി നല്ല കാണ്ടില്ല ചെന്നിട്ട് അങ്ങനെ എടുക്കറോ നോക്കറോ. മസ്റ്റായിട്ട് എല്ലാവർക്കും ട്രൈ ആക്കിയിട്ട് കമൻറ്റ് ആക്കി ചെല്ലറു എങ്ങനെ ഇരിച്ചെന്ന്. താങ്ക് യു. കീപ്പ് വാച്ചിങ്. അസ്സലാമു അലൈക്കും.